പ്രതികരിക്കേണ്ട സമയത്തെ പ്രതികരിക്കാൻ പാടുള്ളൂ. എപ്പോഴും പ്രതികരിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ട് അപ്രതീക്ഷിതമായിട്ട് തോൽവി ഉണ്ടാകുമ്പോൾ പ്രവർത്തകരിൽ പല വികാരങ്ങളുണ്ടാകും. ഇതിനാ രീതിയിൽ മാത്രം കണ്ടാൽ മതി. അടിയും നല്ലതല്ല, പോസ്റ്റർ യുദ്ധമൊന്നും നല്ലതല്ല. അത് തന്നെയാണ്, അതിനൊരു മാറ്റം ഉണ്ടായി. ഏത് പോസ്റ്റിലേക്കും താങ്കൾ യോഗ്യനാണ്. KPCC അധ്യക്ഷനാകുമ്പോൾ KPCC അധ്യക്ഷൻ, വയനാട് സീറ്റ് വേണമെങ്കിൽ വയനാട് സീറ്റ്. അപ്പോൾ അത്രയും പാർട്ടി മുന്നോട്ട് ഓഫർ വെക്കുമ്പോൾ ഇനിയും സജീവമാവില്ല എന്ന് പറയുന്നില്ല. അല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. കോൺഗ്രസ്സിന് ഒരുപാട് നേതാക്കന്മാരുണ്ട്. എന്നാൽ നാളെ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഉണ്ടാവും പ്രവർത്തകർ. കാരണം അത് പ്രവർത്തകരുടെ ഇലക്ഷനാണ്. അതിന് ഞാൻ സജീവമായിട്ടുണ്ടാവും. അതുവരെ തൽക്കാലം മാറി നിൽക്കുക. അതാണ് പറഞ്ഞത്. ഏതാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 20-ൽ 18 സീറ്റ് കിട്ടുകയും 110ഓളം സീറ്റുകളിൽ കോൺഗ്രസ് UDF ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സുധാകരനെ മാറ്റാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ മാറ്റണമെന്ന് പറയും? ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയാണ്. അപ്പം അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ അദ്ദേഹം തന്നെ തുടരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തീരുമാനം എടുക്കേണ്ട പാർട്ടിയാണ്. അത് തരേണ്ട ആവശ്യമില്ല. ഈ തന്നാൽ സ്വീകരിക്കുക എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. സുധാകരനെ മാറ്റരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയാം, ഒരു എലക്ഷൻ മത്സരിക്കാനുള്ള മൂഡ് എനിക്കില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരാലോചന എൻ്റെ മുമ്പിൽ ഇപ്പോഴില്ല. രാജ്യസഭയിൽ ഒരു കാരണവശാലും ഞാൻ പോയില്ല. കാരണം ഞാൻ രാജ്യസഭയ്ക്ക് എതിരായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ രാജ്യസഭയിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ എൻ്റെ ആരോഗ്യത്തിന് എന്തോ കുഴപ്പമുണ്ടായെന്ന് വിചാരിച്ചാൽ മതി. മറച്ചു കഴിഞ്ഞാൽ കൂടെ വന്നിട്ട് ഉള്ളതിനെയാണ് മറയ്ക്കലെന്ന് പറയാം. ഇതല്ല, അവരുടെ നിലപാട് BJPക്ക് അനുകൂലമായിരുന്നു. തൃശ്ശൂരിലൊരു കേന്ദ്രമന്ത്രി വന്നാൽ അത് തൃശ്ശൂരിന് ഗുണകരമാണ് എന്നുള്ള ചിന്താഗതി അവരിൽ യങ് ജനറേഷൻ ഉണ്ടായി. പക്ഷേ അതിലെ പാരമ്പര്യമായി കോൺഗ്രസ്സിന് ചെയ്യുന്ന വോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം അങ്ങനെ വോട്ട് മറിയില്ല. അതങ്ങനെയാണെങ്കിൽ അവർ നല്ല കഴിവുണ്ടെന്നുള്ള എൻ്റെ അർത്ഥം. മുരളീധരനെ പോലത്തെ ആളെ തോൽപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളൊരു അംഗീകാരം കൊടുക്കണ്ടേ? അതുകൊണ്ടൊന്നും അല്ല തോറ്റ്. ഈ പറഞ്ഞ പോലെ പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളിൽ വന്ന വിള്ളലാണ് അവിടുത്തെ ഈ പരാജയത്തിൻ്റെ കാരണം. ഞാൻ ഒരാൾക്കെതിരായിട്ട് അത് കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾക്കെതിരായിട്ട് ഒരു പരാതി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇനി പരാതി ഇട്ട് പറയൂല. എൻ്റെ അഭിപ്രായം, ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ്റെ ആവശ്യമില്ല. അന്വേഷണ കമ്മീഷൻ വന്നാൽ വീണ്ടും സംഘർഷം ഉണ്ടാവും. തെളിവെടുക്കാൻ കമ്മീഷൻ വരുമ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വഴക്കുണ്ടാവും. അത് സംഘടനയ്ക്ക് നല്ലതല്ല. മാത്രമല്ല, അന്വേഷണം നടത്തിയോണ്ട് ഒരു കാര്യമില്ല. പല അന്വേഷണ കമ്മീഷന് റിപ്പോർട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇത്രയും അച്ചടക്കമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ പറയുന്നത് ഇതൊക്കെ തോറ്റതിൻ്റെ ഒരു വികാരപ്രകടനമായിട്ട് മാത്രം കണ്ടാൽ മതി. അതല്ലാതെ അതിൽ ശരി തെറ്റുകൾ പറഞ്ഞ് ഇനി സംഘടന കൂടുതൽ തളരാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അല്ലാതെ ഇപ്പോൾ DCC പ്രസിഡന്റ് കയറി ഇനി ആരെ തല്ലാനാ? DCC പ്രസിഡന്റ് വോട്ടർമാരെ പോയിട്ട് തല്ലണം. വികാരപ്രകടനം അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും. അത് തീർന്നു. ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല. അത് തീരുമാനിക്കേണ്ട KPC പ്രസിഡന്റാണ്. അതൊക്കെ പാർട്ടി തീരുമാനം എടുക്കേണ്ട കാര്യമാണ്.
ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, തെരഞ്ഞെടുപ്പിലൊക്കെ ആരൊക്കെ കള്ളക്കളി കളിച്ചു എന്നൊക്കെ ജനങ്ങൾക്കറിയാം. അതൊക്കെ ജനങ്ങൾ ഭാവിയിൽ പ്രതികരിക്കേണ്ട സമയത്ത് ജനങ്ങൾ പ്രതികരിച്ചോളൂ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ആര്? ഞാനിത് വിമതസ്വരമാണോ? പാർട്ടിയിൽ അച്ചടക്കം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതാണോ വിമതസ്വരം? ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ സജീവമായിട്ട് കേരളത്തിലുണ്ടാവും. അല്ല, അതിൽ തെറ്റുകാരൻ ഞാൻ തന്നെയാണല്ലോ, പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതാണ് ഈ ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം. ഇനിയൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുമോ ഇവിടെ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് തൽക്കാലം ഇല്ല എന്ന് പറയാൻ കാരണം അതാണ്. മറുപടി അതിലും നല്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്ന, അതിൽ നല്ല വീട്ടിലിരിക്കുന്ന നല്ലത്. ഇത്രയും സഹായിച്ച ഒരു പാർട്ടീനെ തള്ളി പറയുന്നത് അത് കെ മുരളീധരൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് തന്നെ, ഇനിയിപ്പോൾ എല്ലാം പോയെങ്കിലും ഈ വീടുണ്ടാവുമല്ലോ, അത്ര മതി.